ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഞ്ച് ട്രേഡിംഗ്. റേഞ്ച് റേഞ്ച് ട്രേഡിംഗ് റേഞ്ചസ് എങ്ങനെ ഫോം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഊഹിക്കാം. ഇപ്പോൾ പ്രൈസസ് ഫോം ചെയ്യുന്നു. പ്രൈസസിൻ്റെ ഞാൻ വേണമെങ്കിൽ ലൈവ് എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ഇത് നിഫ്റ്റി 50 ഇൻഡെക്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പീരീഡ് ഒക്ടോബർ 2023 മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ള പീരീഡ് എടുത്തിരുന്നു. ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തിലധികമുള്ള പീരീഡ് എടുത്തിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഈ പ്രൈസുകളിലൊക്കെ ലോവർ ഭാഗം ഇതിനെ ഞാനൊരു ലൈനുമായിട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ എല്ലാ ക്യാൻഡിൽസിൻ്റെ ലോവർ പോർഷൻ ഞാനൊരു ലൈനുമായിട്ട് ബന്ധിപ്പിക്കുകയും പരമാവധി സാധ്യമായിടത്തൊക്കെ പരമാവധി പോയിന്റുകൾ പിയേഴ്സ് ചെയ്യുന്ന പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ലൈനായിട്ട് എടുക്കുകയും അതേപോലെ പരമാവധി ക്യാൻഡിൽസ് ഷെയർ ചെയ്യുന്ന ഒരു കോമൺ പോയിന്റിനെ ബന്ധിപ്പിച്ചുകൊണ്ട് മുകളിലെ ഒരു പോയിന്റുകളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് മുകളിലെ റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്നതാണ് റേഞ്ച്. താഴത്തെ സപ്പോർട്ട് ലൈൻസ് എല്ലാം കൂടെ മാക്സിമം നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് പോയിന്റുകളിൽ ഒരു ലൈൻ കൊടുത്തു, മുകളിൽ കിട്ടുന്ന മാക്സിമം സപ്പോർട്ട് പോയിന്റുകളിൽ മാക്സിമം ക്യാൻഡിൽസിന് ബന്ധിപ്പിച്ചിട്ട് ഒരു പോയിന്റ് വരക്കുന്നു. അപ്പോൾ ഇതാണ് റേഞ്ച്. ഇവിടെ നോക്കി നിങ്ങൾ കാണാം, ഇവിടെ കോണ്ടാക്റ്റ് ഉണ്ട്, ക്യാൻഡിൽസ് ഇവിടെ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട്, ഇവിടെ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട്, അതായത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. മീൻസ് ഇവിടെയൊക്കെ സപ്പോർട്ട് എടുത്ത് നിരക്ക് പോയിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട്. സോ ഒരു കൊല്ലത്തോളം ഈ റേഞ്ച് നിന്നു. മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് തന്നെങ്കിലും അത് സസ്റ്റൈനബിൾ ആയില്ല, തിരിച്ച് ചാനലിലേക്ക് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. ഇവിടെ എത്തിയപ്പോൾ അതൊരു ബ്രേക്ക് ഔട്ട് കൊടുത്തു, തിരിച്ച് മാർക്കറ്റ് ചാനലിലേക്ക് വന്നില്ല, പകരം അത് താഴേക്ക് പോയി ഓവർ എ പീരീഡിൽ നമുക്ക് അവിടെ മറ്റൊരു റേഞ്ച് തന്നു. ആ റേഞ്ച് കൂടെ ഞാൻ വരയ്ക്കാം. ഈ പോയിന്റുകളെ റെസിസ്റ്റൻസ് ആക്കി മാർക്കറ്റ് അവിടെ കുറച്ച് കാലം വന്നിട്ട് അവിടെ ഈ പോയിന്റുകളൊക്കെ ഇതൊക്കെ അപ്പർ റെസിസ്റ്റൻസ് ഡൗൺ സൈഡിലേക്ക് പോകുന്ന പ്രൈസുകളുടെ അപ്പർ പോയിന്റുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് റെസിസ്റ്റൻസ് അനുഭവിച്ചിരുന്ന ബിന്ദുക്കളെ പോർഷൻസിനെ ഞാൻ അത് ജോയിൻ ചെയ്ത് അതൊരു റെസിസ്റ്റൻസ് ലൈനായിട്ട് ഞാൻ യോജിപ്പിച്ചു. അതേപോലെ ആ ക്യാൻഡിൽസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽസ് ഫ്രീക്വൻ്റായി സപ്പോർട്ട് കണ്ടെത്തിയിരുന്ന ഒരു പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്ത് അതിന് സപ്പോർട്ടായിട്ട്. അപ്പോൾ ഇതൊരു ഡൗൺവേർഡ് ചാനലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രേഡിംഗ് ചാനലായി. മാർക്കറ്റ് ഇവിടെ വരുന്നു, സപ്പോർട്ട് എടുക്കുന്നു, മുകളിലേക്ക് പോകുന്നു, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, റെസിസ്റ്റൻസ് എടുക്കുന്നു, താഴേക്ക് വരുന്നു, സപ്പോർട്ട് എടുക്കുന്നു, ഇതിവിടെ ബ്രേക്ക് ചെയ്ത് വീണ്ടും തിരിച്ച് ചാനലിലേക്ക് വരുന്നു, വീണ്ടും വൺസ് അഗൈൻ ഒരു ബ്രേക്ക് നടക്കുന്നു. ഇത് സോളിഡ് ബ്രേക്കാണ്. ആ ബ്രേക്ക് ചെയ്ത ശേഷം ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്, നെക്സ്റ്റ് റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാക്സിമം പോയിന്റുകൾ ബന്ധിപ്പിച്ച് നമ്മളൊരു പോയിന്റ് വരക്കാൻ സമയമായിട്ടില്ല, എന്നിരുന്നാലും നമ്മൾ വരയ്ക്കുകയാണ്. നമുക്ക് അവിടെ വീണ്ടും ഒരു ചെറിയൊരു ട്രേഡിംഗ് ചാനൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ട്രേഡിംഗ് ചാനൽ പ്രകാരം മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്നു, സപ്പോർട്ട് എടുത്തു, മേലേക്ക് പോയി റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി. ആ ബ്രേക്ക് ഔട്ട് വീണ്ടും താഴേക്കൊരു ചാനൽ പോലെ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഗതി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇത് നമ്മൾ എലോങ്ങേറ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, ഈ പ്രൈസ് മുകളിലേക്ക് പോയി ഇവിടെ തട്ടി, അല്ലെങ്കിൽ മേ ബി മാർക്കറ്റ് മുകളിൽ പോയി ഇവിടെ റെസിസ്റ്റൻസ് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതോടുകൂടെ അത് റെസിസ്റ്റൻസായി മാറിയല്ലോ. ഇനി റെസിസ്റ്റൻസ് ലൈനിലേക്ക് പ്രൈസ് മാർച്ച് ചെയ്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് അവർ എക്സ്പീരിയൻസ് ചെയ്ത് വീണ്ടും താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡൗൺവാർഡ് എൻട്രി പോയിന്റ് കിട്ടും. അതല്ല, ഇത് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു അപ്വാർഡ് ചാനൽ. ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. അപ്പം നമ്മൾ ടൈം ഫ്രെയിം മാറുമ്പോൾ ചാനൽസ് മാറും. നമ്മളൊരു വീക്ക്ലി ടൈം ഫ്രെയിം എടുക്കുമ്പോൾ നമുക്ക് നോയ്സസ്
എന്തെങ്കിലും നോയ്സസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് ക്യാൻസൽ ആയി കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വളരെ കൺസിഡറബിൾ ആയിട്ടൊരു വളരെ നല്ലൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഇതിനൊക്കെ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു നല്ലൊരു റേഞ്ചിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്കത്ര കൺവിൻസിങ് അല്ലെങ്കിലും, റെസിസ്റ്റൻസ് പോയിന്റ് അത്ര കൺവിൻസിങ് അല്ലെങ്കിലും ഇതിന് റേഞ്ചായി കണക്കാക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മുകളിൽ പോയിന്റുകൾ 1, 2 വട്ടേ ടെസ്റ്റ് ചെയ്തത്. താഴത്തെ പോയിന്റുകൾ 1, 2, 3, 4, 5, 6 താഴത്തെ പോയിന്റിലാണ് ബ്രേക്ക് വന്നത്. അപ്പോൾ ഇതാണ് റേഞ്ച്. റേഞ്ചസ് കുഡ് ബി ഹാവിങ് അപ് ട്രെൻഡ്, റേഞ്ചസിന് സൈഡ് വൈസ് ആയിരിക്കാം, പക്ക സൈഡ് വൈസ് ആയിരിക്കാം. ഈ റേഞ്ചിൻ്റെ അകത്ത് എപ്പോഴും മാർക്കറ്റ് സൈഡ് വൈസ് ആണെങ്കിലും ലാർജർ പിക്ചർ നോക്കുമ്പോൾ അത് അപ് ട്രെൻഡിൽ കിടക്കുന്നതാണ്. ഇത് എങ്ങനെ നോക്കിയാലും ഇത് സൈഡ് വൈസ് ആണ്. ലാർജ് ട്രെൻഡ് നോക്കിയാലും ഇത് സൈഡ് വൈസ് ആണ്. ഇനി ഡൗൺ ട്രെൻഡ് ഉണ്ട്, പ്രൈസ് പതുക്കെ ഗ്രാജുവലി താഴേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. പ്രൈസ് മുകളിൽ പോകുന്നു, റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുന്നു, താഴേക്ക് വരുന്നു, സപ്പോർട്ട് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യൽ കുറച്ച് മുഷ്കിലാണ്. ഇറ്റ്സ് ടഫ്, ബട്ട് പ്രൊഫഷണൽസിന് അത് കഴിയും. നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളില്ലേ, നമ്മൾ നിരന്തരം ഇതിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേഷണൽ കോസ്റ്റും ടാക്സസും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് കുമിഞ്ഞു കൂടുന്ന കാരണം എപ്പോഴും ഇതിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അതാണ് ബെറ്റർ. പക്ഷെ അതിന് ഭയങ്കരമായിട്ടുള്ള ടൈം എടുക്കുകയായിരിക്കും. നമ്മൾ ലാർജ് ടൈം ഫ്രെയിമിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ടൈം എടുക്കുകയായിരിക്കും. നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമുകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വളരെ കുറച്ച് ടൈമേ എടുക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് വല്ല റേഞ്ച് കണ്ടെത്താൻ കഴിയുമോ? അതിനു മുമ്പ് എക്സിസ്റ്റിംഗ് ലൈൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് റേഞ്ച് കാണാം. ഇവിടെ റേഞ്ച് ഫോം ചെയ്യുന്നുണ്ടല്ലോ. മാർക്കറ്റ് നിരന്തരമായി സപ്പോർട്ട് എടുക്കുന്നു. മുകളിൽ നിരന്തരമായി ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലാണ് മാർക്കറ്റ് എപ്പോഴുള്ളത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡെഫിനിറ്റ് ലൈനായിട്ടല്ല ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുക. ഇതൊരു സോണായിട്ടാണ് പലപ്പോഴും വർക്ക് ചെയ്യുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ലൈനിലാണ് പലപ്പോഴും റെസിസ്റ്റൻസുകൾ റിയലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ലാർജ്ലി ദ ക്യാൻഡിൽസ് ഹാവ് റിയലൈസ്ഡ് റെസിസ്റ്റൻസ് അറ്റ് ദിസ് സോൺ. ഇവിടെ 1, 2, 3, 4 പോയിന്റിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ അവിടെ റെസിസ്റ്റൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും പുറത്തേക്ക് മാർക്കറ്റ് കടന്നു പോയിട്ടുണ്ട്, എന്നാൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സോണാണ്. അതേപോലെ താഴെ ഇതൊരു സോണാണ്. ഈ ചാനൽ എന്ന് പറഞ്ഞത് തന്നെ ഒരു സോണിൻ്റെ കളിയാണ്. ഇതിൻ്റെ അകത്തേക്ക് മാർക്കറ്റ് മടങ്ങി വരാം, എന്തോ ആവും. അപ്പോൾ ഇപ്പം നമ്മൾക്ക് ഇവിടേക്ക് വന്ന സമയത്ത് ഒരാൾക്കൊരു എൻട്രി എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾ താഴത്തേക്ക് ഒരു എൻട്രി എടുത്തു, എന്നാൽ മാർക്കറ്റ് ചില സമയത്ത് ഈ സോണിലേക്ക് മുന്നേറി വരാം. അപ്പോൾ അയാൾ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടും എന്നുള്ള ചോദ്യം. ആൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഇടാം, പക്ഷെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ എത്ര പോയിന്റ് അയാൾക്ക് നഷ്ടപ്പെടും? അതാണ് അയാളുടെ റിസ്ക്. ഇപ്പോൾ ഇവിടുന്ന് അയാൾക്ക് ക്വസ്റ്റ്യൻ എടുത്തെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ അയാൾക്ക് ഓൾമോസ്റ്റ് 200 പോയിന്റ്, അതായത് 100 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കാണണം. അതായത് ഒരു ലോട്ടമല്ല അയാൾക്ക് 7500 രൂപ നഷ്ടമായിരിക്കും. എന്നാൽ അയാൾക്ക് ലഭിക്കുന്ന ലാഭം ഇവിടെ നിന്ന് അയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു 123 തരുന്നുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് വർത്ത്. അപ്പോൾ
ഇതിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യൽ വളരെ ദുഷ്കരമാണ്, പറയുന്ന പോലെ എളുപ്പമല്ല. എന്നാൽ ഇവിടെ നമുക്കൊരു പൊസിഷൻ കിട്ടി. അപ്പം നമുക്ക് ഈസിലി ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് ഒരു പൊസിഷൻ എടുക്കാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരു 145 പോയിന്റ് ഒക്കെ ഇടാം. എന്നാൽ ഇവിടുന്ന് നമ്മളുടെ ഉദ്ദേശം ടാർഗറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 218, അതിനേക്കാളും ഒരുപാട് ഇരട്ടിയാവും. ഈവൻ വി ക്യാൻ കൺസിഡർ 279. സോ റിസ്ക് റിവാർഡ്, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, സോ റിസ്ക് സോറി സോ റിസ്ക് റിവാർഡ് റേഷ്യോ എപ്പോഴും റിവാർഡിന് വളരെ അനുകൂലമായി നിൽക്കുന്ന സമയത്തെ നമ്മൾ റേഞ്ച് ട്രേഡിങ്ങിൽ കമ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ടൈമിനനുസരിച്ച് നമ്മുടെ പ്രീമിയം ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സൈഡ് വേസ് റേഞ്ച് ട്രേഡിങ്ങിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ദർസ് എ ഗുഡ് ചാൻസ് ദാറ്റ് ഏത് സൈഡാണെങ്കിലും നമ്മുടെ പ്രീമിയം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാരണം മാർക്കറ്റ് സ്റ്റക്കാണ്. ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പ്രീമിയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ്സ് സ്റ്റക്ക് ഇൻ എ സോൺ. എന്നാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് റേഞ്ചിലാണ് പോകുന്നതിലേക്ക്. ഇങ്ങനെ പോകുന്ന സമയത്ത് വി ഷുഡ് ഓൺലി ഗെറ്റ് ഇൻ ടു അപ്വാർഡ് കൈൻഡ് ഓഫ് ട്രേഡ്സ്. നമ്മൾ കോൺട്രറി ട്രേഡ്സ് എടുക്കരുത്. മുകളിലേക്കാണ് പോകണമെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡേ എടുക്കാവും. നമ്മൾ ഷോർട്ട് ചെയ്യരുത്, ലോങ്ങേ നമ്മൾ ചെയ്യാവൂ ഇവിടെ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്വാർഡ് റേഞ്ചിൽ ഒരു ലാർജർ റേഞ്ചാണെന്ന് കരുതുക. ഇതിൻ്റെ അകത്തെ ലോങ്ങർ അപ്പ് ട്രെൻഡ്സ്, അതായത് ഇതൊരു ലാർജർ ട്രെൻഡ്. ഓക്കെ, ദിസ് ഇസ് എ ലാർജർ ട്രെൻഡ്. ഇനി ഇതിൻ്റെ അകത്ത് ഷോർട്ടർ ട്രെൻഡ്സ് ഉണ്ടാവും. 2 തരം ഷോർട്ടർ ട്രെൻഡ്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മേ ബി വി ക്യാൻ സേ 3 തരം ഷോർട്ടർ ട്രെൻഡ്സ് ഉണ്ടായിരിക്കും. 3 ടൈപ്സ് ഓഫ് ഷോർട്ടർ ട്രെൻഡ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? ഒന്ന് അപ്പ് ട്രെൻഡ്സ്, ഒന്ന് അതിൻ്റെ അകത്ത് തന്നെ സൈഡ് വേസ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. സൈഡ് വേസ് മൂവ്മെൻറ്റ്സ് മീൻസ് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്. പിന്നെ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു അപ്പ് ട്രെൻഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുമെങ്കിൽ അതിൻ്റെ അകത്ത് സംഭവിക്കുന്ന അപ്പ് ട്രെൻഡ്സ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഡൗൺ ട്രെൻഡ്സിനേക്കാളും ലോങ്ങർ ആയിരിക്കും. സോ നമ്മൾക്ക് ഇവിടെ മുകളിലേക്ക് പോയിട്ട് നമ്മളൊരു ഷോർട്ട് ട്രെൻഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും അടിപൊളിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മളൊരു ഇതിൻ്റെ അകത്ത് തന്നെ ലോങ് ചെയ്യാനുള്ള പോയിന്റുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നിന്ന് എൻ്റർ ചെയ്യും. സോ വി മേ ഗെറ്റ് ലോങ് ട്രെൻഡ്സ്. ഓപ്പറേഷണൽ കോസ്റ്റ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കേണ്ട അവസ്ഥയിൽ കൂടുതൽ ലാഭം ഏതാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആൻഡ് വൈസ് വേഴ്സ. അതായത് ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ലോങ് ചെയ്യാൻ ശ്രദ്ധിക്കരുത്. മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ലോങ് ചെയ്യാൻ ശ്രദ്ധിക്കരുത്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് എപ്പോഴൊക്കെ ഇവിടെ എത്തുന്നോ അറ്റ് ദാറ്റ് പോയിന്റ് വി മസ്റ്റ് ബി ഫോക്കസിങ് ഓൺ ഷോർട്ട് ട്രേഡ്സ്. Because in a downtrend, the downtrend sub movements or sub trends, I would say the sub trend. This is the larger trend, and there are a lot of sub trend inside this one. And we have discussed already the uptrend, the sideways trend, the downtrend. So in a short trend, in a larger short trend, the downtrend is longer than the uptrend. മനസ്സിലായിരിക്കുന്നു, കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് 3 തരത്തിലുള്ള ട്രെൻഡുകൾ ഇതിൻ്റെ അകത്ത് ഈ ലാർജ് ട്രെൻഡ് അകത്ത് തന്നെ ഉണ്ട്. എന്നാൽ അതിൻ്റെ അകത്തെ ലോങ്ങർ ട്രെൻഡിനേക്കാളും അല്ലെങ്കിൽ ലോങ്ങർ ട്രെൻഡ് അല്ല, ഇതിൽ അപ്പ് ട്രെൻഡിനേക്കാളും വളരെ ലോങ്ങർ ആയിരിക്കും ഇതിനകത്തെ ഡൗൺ ട്രെൻഡ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അത് കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. സമ്മറൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു റേഞ്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അപ്പ് ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ
നമ്മളിവിടെ ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിനേക്കാൾ അധികം ലോങ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് സൈഡ് വേസിലാണെങ്കിൽ, നമ്മൾ വർക്ക് ചെയ്യണത് ഡെറിവേറ്റീവ്സിലാണെങ്കിൽ, ദേഴ്സ് എ ഗുഡ് ചാൻസ് നമുക്ക് പ്രീമിയം ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പ്രീമിയം അപ്രീസിയേഷൻ ഉണ്ടാവില്ല, വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗുണം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. ആസ് എ ബയ്യർ, ആസ് എ സെല്ലർ ഇതൊരു അടിപൊളി ഏരിയയാണ് എൻ്റർ ചെയ്യാൻ. ഇനി മാർക്കറ്റ് ഒരു ലാർജ് ഷോർട്ട് ട്രെൻഡിലാണെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന ഡൗൺ ട്രെൻഡ്സ്, അല്ലെങ്കിൽ ഞാൻ പറയാം മാർക്കറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, മാർക്കറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് മാർക്കറ്റ് ഷോർട്ട് ചെയ്യാനാണ്, ലോങ് ചെയ്യാനല്ല. മുകളിൽ നമ്മൾക്ക് ലോങ് ചെയ്യാനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പറഞ്ഞു, ഷോർട്ട് ചെയ്യാനല്ല പറഞ്ഞു. ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്യാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ലോങ് ചെയ്യാനല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഡൗൺ ട്രെൻഡുകൾ അപ്പ് ട്രെൻഡുകളേക്കാൾ എഫിഷ്യൻ്റ് ആണ്, അതിനേക്കാൾ ലോങ്ങറാണ്. ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ഇറ്റ്. നമുക്ക് ഒരു ലൈവ് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? ഒരു മിഡിൽ ഏരിയയിലാണ്. നമുക്കിപ്പോൾ ഐഡിയലി സ്പീക്കിംഗ് ഈ ആഴ്ചയിൽ നമുക്ക് ട്രേഡ് ഇല്ല. നമുക്ക് ഇവിടെ എത്തി നിൽക്കുന്ന സമയത്തും നമുക്കറിയില്ല മാർക്കറ്റ് എങ്ങോട്ടാണ്. ഓൾറെഡി ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊരു ഡെഫിനിറ്റ് ലൈനിലൊന്നല്ല. വീണ്ടും മുകളിലേക്ക് പോയിട്ട് മാർക്കറ്റ് എങ്ങോട്ടും എൻ്റർ ചെയ്ത് വരാം. പക്ഷേ ഇതൊരു അപ്പ് ട്രെൻഡ് ആയ സ്ഥിതിക്ക് നമ്മളിവിടെ ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയേക്കാൾ അധികം ലോങ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നത്. മാർക്കറ്റ് കംസ് ചെയ്യാം, നമുക്കത് ലോങ് ചെയ്യാം. ഇവിടുന്ന് ഷോർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, അതായത് ഷോർട്ട് ചെയ്യാൻ ഇതുവരെ വന്നിട്ട് ഇനി മാർക്കറ്റ് ചിലപ്പോൾ തിരിച്ച് കയറും. സോ ഡൗൺ ട്രെൻഡുകൾ വളരെ ഷോർട്ടാണ്, ഇവിടെ വളരെ ദൈർഘ്യം കുറവാണ്. അപ്പ് ട്രെൻഡുകൾക്ക് ദൈർഘ്യം കൂടും. ഓക്കെ, ഇവിടുന്ന് അപ്പ് ട്രെൻഡ് ഇതുവരെ വന്നു. ഈ ലാർജ് അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ ലാർജ് ട്രെൻഡിൻ്റെ അകത്ത് നടക്കുന്ന സബ് ട്രെൻഡുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ നിന്ന് ഇതുവരെ ഡ്യൂറേഷൻ ഈസ് ഗുഡ്. താഴേക്ക് മാർക്കറ്റ് നന്നായി പൊട്ടി വീണിട്ടുണ്ട്. ഇറ്റ് ഹാപ്പൻസ്. പെട്ടെന്ന് പ്രൈസ് അപ്രീസിയേഷൻ ഇവിടെ നടന്നിട്ടുണ്ടാവും ഈ സൈഡിൽ. ഓക്കെ, വീണ്ടും പ്രൈസ് ബിൽഡ് ചെയ്തു, ഇതുവരെ പോയി. മാർക്കറ്റ് തിരിച്ച് അതേപോലെ തന്നെ വന്നു, വീണ്ടും പ്രൈസ് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടാവും. മാർക്കറ്റ് വീണ്ടും പോകുന്നു, സ്ലോലി ട്രൈങ് ടു ഗോ അപ്പ്. ലോങ്ങർ ട്രെൻഡ്, ഇവിടെ ഒരു ലോങ്ങർ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു. ഷോർട്ടർ ട്രെൻഡാണ് ഇവിടെ വന്നത്, ഷോർട്ടർ ഡൗൺ ട്രെൻഡ്, ലോങ്ങർ അപ്പ് ട്രെൻഡാണ്. ഇങ്ങോട്ടൊരു കമ്പാരിറ്റീവ്ലി ഒരു ലോങ്ങർ അപ്പ് ട്രെൻഡാണ്, ഇത് ഷോർട്ടർ ഡൗൺ ട്രെൻഡാണ്. കമ്പാരിറ്റീവ് ലോങ്ങർ അപ്പ് ട്രെൻഡാണ്, ദിസ് കുഡ് ബി എ ഷോർട്ടർ ഡൗൺ ട്രെൻഡ്. ഇത് അത്ര എഫക്റ്റീവ് എക്സാമ്പിൾ അല്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അപ്പ് ട്രെൻഡിൽ റേഞ്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ വി ഷുഡ് ഓൾവേസ് give predominance to finding longing opportunities rather than shorting.